Morning, all. Good morning. ഗുഡ് മോർണിംഗ്. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ഫസീൻ സാർ മാം ആണ്. മാം ആയിരുന്നില്ല ഇന്ന് ശരിക്കും എടുക്കേണ്ടിയിരുന്നത്. സ്ലോട്ട് അനുസരിച്ച് വേറെ ആളായിരുന്നു. ആള് ജോയിൻ ചെയ്യാണ്ടായപ്പോ മാം ജോയിൻ ചെയ്യുന്നതാണ്. മാം ടീച്ചറാണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Okay, good morning to all. Good morning. Good morning. Okay, thank you all. അപ്പൊ ഇന്ന് നമ്മള് ഒരു നമുക്ക് എപ്പോഴും നമ്മളെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എത്തുന്നത് അല്ലെ. ഓക്കെ, സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ്സിന് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതിലൊന്നാണ് പണം അല്ലെ. പിന്നെ നമ്മുടെ സക്സസ്, നമ്മൾ എവിടെ ഇറങ്ങിയാലും നമുക്കൊരു ലൈഫിൽ സക്സസ് ഉണ്ടെങ്കിലേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ അതുപോലെ ഗുഡ് ജോബ്, പിന്നെ നല്ല വീട്, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് നമ്മുടെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗുഡ് കണക്ഷൻസ്. നല്ല കണക്ഷൻസ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ കണക്ഷൻസ് നിലനിർത്തുമ്പോൾ നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യും, നല്ല ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നല്ല കണക്ഷൻസ്, നല്ല റിലേഷൻഷിപ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, അതായത് ദാറ്റ് മീൻസ് നമ്മുടെ പോസിറ്റീവ് റിലേഷൻഷിപ്സ് നമുക്ക് എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം കുറെ പണം, ചില ആളുകൾക്ക് കുറെ പണം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ജോബ് നല്ല ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളെ നമുക്ക് ലൈഫിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു സർക്കിളിൽ തന്നെ നമുക്ക് ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ വന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം. അപ്പൊ നമുക്ക് നമ്മളെ നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതും കൂടെ നമുക്ക് നമ്മുടെ നല്ലൊരു സക്സസ് ലൈഫ് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ, ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും നമ്മളെ പറയുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അവര് പറയുന്നത്, നമ്മുടെ റിലേഷൻഷിപ്സിലുള്ളവർ പറയുന്നത് മുഴുവൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം അവരുടെ അഭിപ്രായങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങളെ അവർക്കും മനസ്സിലാക്കാനും, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള മൈൻഡ് രണ്ട് ടീമിലും എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ നമുക്ക് ബഹുമാനിക്കണം, അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൈലന്റ് ആയിട്ട്, വളരെ എന്താ പറയാ, ക്ഷമയോടെ അത് കേട്ടിരിക്കാനും അതുപോലെ നമ്മൾ കേട്ടിരിക്കാനും പറ്റുന്ന ആളുകളെയാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളതുമായിട്ടാണ് നമ്മൾ റിലേഷൻസ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ചിലപ്പോ ഇപ്പം ചില ആൾക്കാർക്ക് നമ്മുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ നമ്മളിന്ന് വേണ്ട സജഷൻസ് അല്ല അവർക്ക് വേണ്ടത്. അവര് ശ്രദ്ധയോടെ കുറച്ച് സമയം കേട്ടിരിക്കാൻ പറ്റിയ ഒരാളെയാണ് അവർക്ക് വേണ്ടത്. ഇനി നമുക്ക് വളരെ
ഇപ്പൊ നമ്മൾ ഒരാളോട് ഇങ്ങനെ പറയാണ്, ഇന്ന് ഞാൻ വളരെ ഹാർഡ് ചെയ്യുന്നു, എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടോ ഒക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യാണ്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പം കിട്ടുന്ന മറുപടി എന്താ, ചില ദിവസം അങ്ങനെയൊക്കെ തന്നെ ആവും, എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആവില്ലല്ലോ എന്നൊരു ഒരു പറയാ സ്വാഭാവികമായിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് കിട്ടും. പക്ഷെ അപ്പം നമ്മുടെ ആ ഒരു വിഷമം അവിടെ ഷെയർ ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ശരിക്കും അതിൻ്റെ ഒരു ഇൻട്രോ മാത്രമേ നമ്മുടെ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പം ശരി, നേരെ മറിച്ച് നമ്മൾ നമ്മളോട് ചോദിച്ചത്, പറയേ നമുക്കത് എന്താ പറയാ, ഞാൻ കേട്ടോളാം, ഞാനത് എന്താ സംഭവിച്ചത് എന്നോടൊന്ന് പറയ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സ് നമുക്ക് അവിടെ ഷെയർ ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ കുറേ സങ്കടങ്ങൾ നമുക്ക് അവിടെ ഒഴുകി പോകുന്നുണ്ട് അല്ലെ. ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ സങ്കടമാണെങ്കിലും അതെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്കത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ആരോഗ്യം ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ ചില ഹാർഡ്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് ഷെയർ ചെയ്യുന്ന സമയത്ത് സാരല്ല, എന്താണ് എൻ്റെ പ്രശ്നം, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പുറം തട്ടി ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ചും കൂടെ നമുക്കൊരു പിടിച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും എന്നും ഉണ്ടാവുന്നത്, അതൊന്നും ഇപ്പം വലിയ മൈൻഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നല്ലതൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ നമുക്ക് ശരിക്കും പറയാൻ നമ്മുടെ ആ ഒരു ഫീലിങ്സ് നമുക്ക് അവിടെ ഷെയർ ചെയ്യാനുള്ള സമയം പോലും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സങ്കടം കൂടെ അവിടെ വന്നു അല്ലെ, നമ്മുടെ കൂടെ ആരുമില്ല, എൻ്റെ പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യണം എന്നുള്ള ആ ഒരു സങ്കടം കൂടെ നമ്മുടെ ഓൾറെഡി ഉള്ള ഫീലിങ്സിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകളെയാണ് നമ്മളെ കൂടെ കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മളും ആവണം. നമ്മൾ മറ്റൊരാളുടെ സങ്കടം പറയുമ്പോൾ എന്താ സംഭവിച്ചത്, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും അതുപോലെ നമ്മൾ തിരിച്ചും ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിട്ടും മാറേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും, നമുക്ക് എപ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട് അല്ലെ. ഓക്കെ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? അതെ, കേൾക്കാം. ഓക്കെ, റിപ്ലൈ ഒന്നും ഇല്ല, അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചത് മാത്രം. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും നല്ല കണക്ഷൻസ് കീപ്പ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ശരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ നല്ല റിലേഷൻഷിപ്സ്, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ് ആകും, കുറച്ചും കൂടെ നമുക്ക് നമ്മളെ ലൈഫിൽ കുറച്ചും കൂടെ ശക്തി നമുക്ക് കിട്ടും. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ പിന്തുണയ്ക്കാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട്. നീ ഒറ്റയ്ക്കല്ലടാ, ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൂടെയുണ്ട്, അങ്ങനെ പറയുന്ന കുറച്ച് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ശക്തി, അത് നമ്മൾ പെട്ടെന്ന് തളർന്നു പോയത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആരുമില്ല, ആ ഒന്നുമുള്ളൊരു മൈൻഡിൽ നിന്ന് മാറി എന്നും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്, എനിക്ക് ഷെയർ ചെയ്യാൻ ആളുണ്ട് എന്നുള്ളൊരു സ്ട്രോങ് മൈൻഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. നമുക്കൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഞാൻ ഫെയിൽ ആവോ, ഞാൻ സക്സസ് ആവോ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെ. എന്ത് കാര്യത്തിന് നമുക്ക് ഇറങ്ങാനെങ്കിലും നമ്മൾ അതിന്റെ പ്ലാൻ ഉണ്ടാക്കും, നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറപ്പെടും, എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിലുള്ളൊരു സാധനമാണ്, ഞാൻ സക്സസ് ആവോ, ഞാൻ ഫെയിൽ ആവോ, ഞാൻ ഫെയിൽ ആയാൽ മറ്റുള്ളവർ എന്ത് പറയും, ഇങ്ങനെ കുറേ പ്രശ്നമാണ് നമുക്കുള്ളത് അല്ലെ. പക്ഷെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ്ടേ. ചിലപ്പോൾ ചിലവർ നമ്മൾ പറയും, അതൊന്നും നിനക്ക് പറ്റിയ കാര്യമൊന്നുമല്ല അല്ലെ, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. അതിൽ നിന്ന് മാറി നീ ശ്രമിക്ക്, നിനക്ക് പറ്റും അല്ലെ. ചിലപ്പം അത് ചിലരത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ നിനക്ക് പറ്റും, നീ ഇറങ്ങിത്തിരിക്ക്, എല്ലാത്തിനും നമ്മളൊന്ന് ഇറങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് അതിലെന്ത് സംഭവിക്കും എന്നറിയോ, ഒന്നും ചെയ്യാണ്ടിരിക്കരുത് എന്ന് പറയുന്ന ആളുകളുണ്ടാകും. അവരെയാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. അവരോട് നമ്മുടെ ഓരോ ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ആളുകളിൽ നിന്നും കിട്ടുന്ന ചെറിയൊരു സപ്പോർട്ട് പോലും നമുക്ക് ആയിരിക്കും അത് വലിയ ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, കൂടുതൽ കുറച്ചും കൂടെ നമ്മൾ ബോൾഡ് ആവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഐഡിയാസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എവിടെയാ? ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കണക്ഷൻസ് ഉള്ള ആളുകളിലാണ്. അല്ലാത്ത ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കോൺഫിഡൻറ്റും പോകും. നമ്മൾ തുടങ്ങി വെക്കുന്ന ഐഡിയ നമ്മൾ എന്താ പറയുക, ഇറങ്ങണോ വേണ്ടേ, ഇനിയിപ്പോൾ ഇവരൊക്കെ ഇപ്പം നമ്മൾ അഥവാ ഫെയിലായി ഇവർ നമ്മൾ തിരിച്ചുള്ളത് കേൾക്കണ്ടേ, അങ്ങനെയുള്ള കുറേ തോട്ട്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ തിരിച്ച് ഇങ്ങനെ നമ്മൾ ഒപ്പോസായിട്ട് സംസാരിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പീസ്ഫുൾ, നമ്മുടെ മൈൻഡിനെ പീസ്ഫുൾ ആക്കാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പം എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുക, എപ്പോഴും നമ്മളെ വിമർശിക്കുക, നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ? അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഓൾറെഡി നമ്മളെ മൈൻഡ് ഇങ്ങനെ തളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ, ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണോ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെയുള്ള എന്താ പറയുക ഒരു വീക്ക് മൈൻഡായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസൊക്കെ കൊണ്ടുവരുന്ന, നമ്മൾ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ പീസ്ഫുൾ ആയിരിക്കും. നീ ചെയ്തതൊക്കെ നന്നായി, എനിക്ക് അത് വളരെ ഉപകാരപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു താങ്ക്സ് പറയാനുള്ളൊരു മൈൻഡ് ഉള്ള ആളുകളോടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ സ്നേഹത്തോടെയുള്ള ആശയവിനിമയം നമ്മുടെ ബന്ധങ്ങളിലും അതുപോലെ നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ മറ്റുള്ള ആളുകളെ നമ്മൾ കൂടുതലായിട്ടും കട്ട് ചെയ്യണമെന്നോ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൂടുതലും നിലനിർത്തേണ്ടത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻസ്പിറേഷൻസ് തരുന്ന ആളുകളോടെയാണ്. നമ്മളെ കണ്ടറിഞ്ഞ് നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി നമ്മൾക്ക് തിരുത്തലുകളും അതുപോലെ തന്നെ നമുക്കുള്ള കഴിവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ടാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, അടുക്കേണ്ടതും കൊണ്ടുവരേണ്ടതും. മറ്റുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം നിലനിർത്തുക. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കലാണ് നമ്മുടെ സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹാപ്പിനെസ്, നമുക്ക് സന്തോഷം ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല, അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവരും നമ്മുടെ സന്തോഷത്തിൽ എന്താ പറയുക കുറച്ച് പങ്കിടാണ്. അവർ നമ്മുടെ സന്തോഷത്തിൽ അവർക്കും ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അതിനെ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു വിജയം കിട്ടി, അപ്പോൾ നമ്മൾ ഒരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇപ്പം എത്ര കിട്ടിയതാ, അതൊക്കെ ഇപ്പം എല്ലാവരും കിട്ടണല്ലേ, അതിലുപരി നിനക്കത് കിട്ടിയല്ലോ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ എപ്പോഴും പോയിട്ട് നമ്മൾ ഹാപ്പിനെസ്സും ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് പോയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെയായിരിക്കും കിട്ടുക, ഇതൊന്നും ശരിയായില്ല, അപ്പോൾ എനിക്കിത് കിട്ടിയൊന്നും പോരാ എന്നുള്ള ഒരു മൈൻഡായിരിക്കും നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമുക്കൊരു സ്ട്രോങ് കണക്ഷൻ ഉള്ള ആളുകളായിട്ടാണ്. എപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടായിരിക്കണം നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. തിരിച്ചും അതുപോലെ നമ്മളെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു ഹാപ്പിനെസ് പിന്നെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സന്തോഷത്തിൽ നമ്മളും ചേരാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇതുപോലെയുള്ളൊരു മൈൻഡ് അവരിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കാരണം ഒരാൾക്കും അങ്ങനെ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ മറ്റുള്ളവരുടെ കൂടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുക, നമ്മുടെ സന്തോഷം പങ്കുചേരുന്ന ആളുകളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നത് നമ്മളൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രോങ് മൈൻഡ് ആയിരിക്കും, പിന്നെ കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്കതിൽ എന്താ പറയുക ഹാപ്പിനെസ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് കൂടുതൽ സമാധാനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു സ്ട്രോങ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്, ഒരാളെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരിക്കുക. ചില കാര്യമൊക്കെ ചിലപ്പോൾ നമുക്കറിയാം അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യമായിരിക്കാം, നമ്മളെ സംബന്ധിച്ച് അത് മൈന്യൂട്ട് ആണെങ്കിലും അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് ഒരാളെ ക്ഷമയോടെ നമ്മൾ കേട്ടിരിക്കുക. അതുപോലെ നമ്മളെ ക്ഷമയോടെ കേട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കൂടുതൽ കീപ്പ് ചെയ്യുക, അവരോട് നമ്മൾ കൂടുതൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക.
ഓക്കെ. അപ്പം ഒരാൾ നമ്മൾ ശ്രദ്ധയോടെ വളരെ ക്ഷമയോടെ കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ചെറിയൊരു എന്താ പറയാ വിഷമം കാണുന്നുണ്ടെങ്കിലും ആ വിഷമമായിരിക്കും വലിയ വലിയ പ്രശ്നമായിട്ട് അവരുടെ ലൈഫിൽ മാറുന്നുണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ആ സമയം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവർ ആ ഉടനെ തന്നെ മാറി വീണ്ടും അവരുടെ നോർമൽ ലൈഫിലോട്ട് അവർക്ക് ചേഞ്ച് ആവാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളായിട്ട് പോസിറ്റീവ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളെ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളും ശ്രമിക്കുക. നമ്മളെ കേൾക്കുന്ന ആളുകളുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനും നോക്കുക. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ കേൾക്കുന്നത്. അവർക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണം അവര് നമ്മളെ കേൾക്കുന്നുണ്ട്. ഒരാൾക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധ നൽകുന്നത് തന്നെ വലിയൊരു സ്നേഹമാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളോടാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഒക്കെ നമുക്ക് സ്നേഹം ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അവർക്ക് നമ്മുടെ ചിൽഡ്രൻസിനാണെങ്കിൽ നമ്മൾ ഒരുപാട് ടോയ്സും അതും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അതോടൊപ്പം അവരെ കേട്ടിരിക്കാനുള്ള ഒരു മൈൻഡും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സ്നേഹമുണ്ടെന്ന ആ ഒരു ഫീലിംഗ് അവരിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരാളെ കേട്ടിരിക്കുക എന്നുള്ളത് അവരോട് നമ്മൾ കാണിക്കുന്ന ലവിന്റെ ഒരു ഭാഗം കൂടെയാണ്. ശ്രദ്ധയോടെ ഒരാളെ നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിലെ ആദ്യത്തെ പില്ലറാണ് ഒരാളെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നുള്ളത്. പിന്നെ റെസ്പെക്ട്. ഓക്കെ, മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് എല്ലാവരും നമുക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മുടെ ആശയത്തിനോട് യോജിക്കുന്നവരാവില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ആശയം നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ പരസ്പരം ഓരോരുത്തരുടെ ആശയത്തെയും ഓരോരുത്തരുടെ കോൺസെപ്റ്റും ഓരോരുത്തരുടെ ഒപ്പീനിയൻസും നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യണം. വ്യത്യസ്ത അഭിപ്രായങ്ങളെ ബഹുമാനിക്കാൻ നമുക്ക് പറ്റണം. ചില ആളുകളിൽ മിസ്റ്റേക്സ് ഉണ്ടാകും, ചില ആളുകളത് കൂടുതൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. അവർക്ക് അത് പറ്റുമെങ്കിൽ അവരത് ചെയ്യാം. ഓരോരുത്തർക്ക് വ്യത്യസ്ത കഴിവായിരിക്കും, വ്യത്യസ്ത ആശയങ്ങളായിരിക്കും, ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ അവരുടെ കഴിവിനെയും അവരുടെ ആശയങ്ങളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യണം. പിന്നെയാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, തുറന്ന് സംസാരിക്കുക. ഇപ്പൊ പിന്നെ ഇവിടെ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളാണെങ്കിലും ഒക്കെ ഉള്ള പ്രശ്നമാണ് ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ കുറവാണ്. എല്ലാവരും കൂടുതൽ സമയം ഫോണിലും അല്ലെങ്കിൽ കുറെ സമയം അവരുടെ ജോലിയിലായിരിക്കും. പിന്നെ ബാക്കി എന്റർടൈൻമെന്റ്സ് നമ്മുടെ ഫോണിലും റീൽസിലും ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് സമയം കളയും. നമ്മുടെ പിന്നെ സർക്കിളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം എന്ത് ചെയ്യാൻ ആരും കണ്ടെത്തുന്നില്ല. അപ്പോൾ പല ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയായ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വളർത്തുന്നതിനേക്കാളും നമുക്കത് ഓപ്പൺ ആയിട്ട് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് പീസ്ഫുൾ ആവാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മുടെ ഹാപ്പിനെസ് ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും നമുക്കത് ഓപ്പൺ ആയിട്ട് സംസാരിച്ച് നമ്മുടെ സർക്കിളിലുള്ള ആളുകളായിട്ട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആവുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും പാർട്ട്നേഴ്സിനാണെങ്കിലും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും കുറച്ചുകൂടെ സമയം എന്ത് ചെയ്യുക, ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആ ഒരു കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കണം. പിന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ താങ്ക് യു പറയാനുള്ള ഒരു മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു താങ്ക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് നിസ്സാരമായിരിക്കും. പക്ഷെ നമ്മളിൽ നിന്ന് അത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ നമ്മളൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിലപ്പം പല ആളുകളിൽ നിന്നും പല ഹെൽപ്പും കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെപ്പോഴും എന്ത് ചെയ്യുക, താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നമുക്കത് അതിപ്പോ എന്താ വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമ്മളിൽ നിന്ന് അത് കേൾക്കുന്ന ഒരാൾക്ക് അത് വലിയൊരു കാര്യമായിരിക്കും ഉണ്ടാവുക. പിന്നാണ് വളരെ ചെറിയ വാക്കുകൾക്ക് പോലും നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾക്ക് പോലും മറ്റുള്ള ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും.
അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ഹെൽപ്പിന് എപ്പോഴും നമ്മൾ താങ്ക് യു പറയാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളിൽ നിന്നൊരു മാതൃകയായിട്ട് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങോട്ട് മാത്രം എക്സ്പെക്ട് ചെയ്യരുത്, നമ്മുടെ ഭാഗവും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഒരാളുകൾ ഇപ്പൊ നമ്മുടെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും നേരം സംസാരിച്ചപ്പോൾ താങ്ക് യു പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലെ? അപ്പൊ നമ്മളെ മൈൻഡിലോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത കുറച്ച് ആളുകളും, അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകളും, നിങ്ങളെ വിമർശിച്ച കുറച്ച് ആളുകളും, അങ്ങനെ കുറെ ആളുകൾ നിങ്ങളെ മൈൻഡിലോട്ട് ഇപ്പൊ വന്നിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലേ? ഉണ്ടായിട്ടില്ലേ? അപ്പൊ എടോ, നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? ഉണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഉണ്ട് നിങ്ങൾ മാഡം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോ നിങ്ങളുടെ മൈൻഡിലോട്ട് ഇതുപോലെ കുറെ ആളുകൾ ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? കുറെ ആളുകളുടെ ഫേസ് ഒക്കെ നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഉണ്ട്. ഇപ്പൊ ഇപ്പൊ നമുക്ക് കുറെ നല്ല ആളുകളെ കിട്ടുക എന്നുള്ളതും നല്ല പോസിറ്റീവ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് എന്താണ്, അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് മാത്രമല്ല, നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളും ഒരു നല്ല വ്യക്തിയായിരിക്കണം. മറ്റുള്ളവരോട് നമുക്കും എന്ത് ചെയ്യണം, പോസിറ്റീവ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളും മാറേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ മൈൻഡിനോട് നമ്മൾ ചോദിക്കുക, ഒരാൾ വിഷമം പറയുമ്പോൾ നമ്മൾ അതിനെ കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരാളൊരു സക്സസ് വന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അവരുടെ സക്സസ്സിനെ നമ്മൾ സന്തോഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരെ നമ്മൾ അഭിനന്ദിക്കാറുണ്ടോ? എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരാൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കളിയാക്കി അവരെ അപമാനിക്കുക അതിന് എന്നൊരു ചെയ്യാണ്ട് അതിൽ നിന്ന് തിരുത്തി നമ്മൾ അവർക്ക് ഉണ്ടായ പ്രശ്നം എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ എവിടെയാണ് അവർക്ക് തിരുത്തൽ വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു സപ്പോർട്ട് വേണ്ട സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കാറുണ്ടോ? ഇപ്പം കുറെ പ്രശ്നം ഉണ്ടാവും, എല്ലാവർക്കും അബദ്ധങ്ങൾ വരും അല്ലെ? കുറെ അബദ്ധങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ അബദ്ധമൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫോണ് ഞാനൊരു സ്ഥലത്ത് വെച്ച് മറന്നുപോയി. അപ്പൊ ഞാൻ ഇതുവരെ അത് ഒരൊറ്റ ആളോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടിലോ എൻ്റെ മക്കളും അറിയാം, എൻ്റെ ഉമ്മായും മാത്രമേ അറിയുള്ളൂ. കാരണം എൻ്റെ ഉമ്മ അത് പ്രാർത്ഥിക്കും അല്ലെ? അത് എവിടെ ഉണ്ടെങ്കിലും അവൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. വേറെ ഒരാളോട് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ, നമുക്ക് കുറെ വിമർശനം കിട്ടും. ഇതന്നെയാണ് നിന്റെ അവസ്ഥ, നീ എല്ലായിടത്തും പോയി മറന്നു പോകും, അങ്ങനെയൊക്കെ പറയും അല്ലെ? ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പോൾ പക്ഷെ ഞാൻ എല്ലാവരുമായിട്ട് അത് ഞാൻ എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യാതെ ഓൾറെഡി എൻ്റെ മൈൻഡിൽ വിഷമമുണ്ട്. എൻ്റെ ഫോണ് എൻ്റെ കയ്യിൽ കിട്ടുന്നവരെ എനിക്ക് വിഷമമുണ്ട്. അതിൻ്റെ പുറമെ മറ്റുള്ള വിമർശനം കൂടെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, എനിക്ക് സങ്കടത്തിന്റെ മുകളിൽ മറ്റൊരു സങ്കടം കൂടെ ഞാൻ എന്ത് ചെയ്യണം, കൊണ്ടുവയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യാ, അത്തരം ആളുകൾ അത് ഷെയർ ചെയ്യാണ്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് മാത്രം നമ്മളത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, നമ്മളെ മൈൻഡിന് സമാധാനം കിട്ടുന്ന കാര്യം അല്ലേ ചെയ്യാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഒരാളായിട്ട് നമ്മൾ മാറണം. നമ്മളോട് ഒരാൾക്ക് വന്നിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. നമ്മളെ മക്കൾക്കാണെങ്കിലും പാർട്ട്ണർക്കാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്ന് പറയുന്ന സമയത്ത് സാരമില്ല, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം എന്ന് അത് എല്ലാത്തിനും ഒരു പ്രശ്നം ഒന്നും നീ വിഷയാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ കൂടെയുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ടോക്കായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോഴേ വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ഷെയർ ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം മറ്റുള്ളവർ നമ്മൾ ഏത് രീതിയിൽ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം, അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറണം. അപ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയ ആളുകളെ കണ്ടെത്തുന്നതിലൂടെ മാത്രമല്ല, നമ്മൾ തന്നെ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നതിലൂടെയും കൂടെയാണ്. നമ്മളോടും എല്ലാവരും ഒന്ന് നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നമ്മളും ഇതുപോലെയൊക്കെയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ഓക്കെ.
ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ നമ്മളെ പിന്തുണച്ചിട്ടുള്ള നമ്മളെ പിന്തുണച്ചിട്ടുള്ള കുറെ ആളുകൾ ഇപ്പൊ നമ്മളെ മൈൻഡിലോട്ട് വന്നു കഴിഞ്ഞു അല്ലെ. നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളും വന്നു, നമ്മളെ അതുപോലെ പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത ആളുകളും നമ്മുടെ മൈൻഡിലോട്ട് ഇപ്പൊ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ അമ്മയാണ് മാത്രമേ ഇപ്പൊ ഞാനത് ഷെയർ ചെയ്തത്. കാരണം എന്താ, അവരിപ്പം പ്രാർത്ഥിക്കും എൻ്റെ മോക്ക് എന്തോ അവിടെ അവളുടെ ഫോൺ എന്തായാലും പെട്ടെന്ന് കിട്ടട്ടെ എന്ന്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ മക്കളാകാം, അതുപോലെ നമ്മുടെ ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമ്മുടെ പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്ന കുറേ ആളുകൾ ഇപ്പൊ നമ്മളെ മൈൻഡിലോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ ഫേസ് ഒക്കെ നമ്മളെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ ചോദിക്കുക, ഇവരോടൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും വ്യക്തിപരമായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇവർക്ക് ഇപ്പൊ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്ത ആളുകളുണ്ട്. ചിലപ്പോൾ ഇവരുടെ ചെറിയ വാക്കുകൊണ്ടാകാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരുപാട് സക്സസ്സിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയാണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ ഇവരോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓരോ ചെറിയ വാക്കും അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായതിന് നിങ്ങൾക്ക് നന്ദി എന്ന് പറയാനുള്ളൊരു മൈൻഡ് നമ്മളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളെപ്പോഴും ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും കരുതി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കൂടുതൽ കേൾക്കാൻ വേണ്ടി നോക്കുക, മറ്റുള്ളവരെ നമ്മൾ അറിയാതെ ഒരിക്കലും വിധി എഴുതാൻ നിൽക്കരുത്, അതുപോലെ കൂടുതൽ അഭിനന്ദിക്കുക. ഒരു പ്രശ്നം ഒരാൾ വന്ന് പറയുമ്പോഴത്തേക്കും അവരങ്ങനെയുള്ള ഒരാളാണ്, അവരെപ്പോഴും പിന്നെ അശ്രദ്ധയാണ്, അങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താണ്ട് എന്താ പറയാ, നമ്മൾ ഒരാളെ വിധിയെടുത്ത് മാക്സിമം നമ്മൾ കുറയ്ക്കുക. അതിലുപരി അയാളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യമാണ്. ഒന്ന്, കൂടുതൽ കേൾക്കാൻ വേണ്ടി നോക്കുക, കുറച്ച് മാത്രം നമ്മൾ വിധിയെഴുതുക, അതുപോലെ തന്നെ കൂടുതൽ ഒരാളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള നൂറുകണക്കിന് ആളുകൾ നമുക്ക് വേണ്ടത്. നമ്മളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ, നല്ല ബന്ധങ്ങൾ, അത് നമ്മളും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്തിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളും ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ആളുകളും നല്ല ബന്ധങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാവട്ടെ എന്ന് ഞാൻ പിന്നെ ആശംസിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു നല്ല ബന്ധം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഓരോ സമയവും നമ്മുടെ മനസ്സിനോട് നമ്മളോട് നമ്മൾ എന്ത് ചെയ്യുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റട്ടെ. അതുപോലെ നമ്മളും അങ്ങനെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറാൻ വേണ്ടി നിങ്ങൾക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ നമ്മുടെ ടോക്ക്, ചെറിയൊരു ടോക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നോർമൽ ലൈഫിൽ, ഡെയിലി ലൈഫിൽ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഓക്കെ, താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരാള് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ വിചാരിക്കും നമുക്ക് അവരുടെ സ്നേഹം കിട്ടണം, അവര് നമ്മളെ അംഗീകരിക്കണം എന്ന ഒരാഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ അവരോട് അതേപോലെ പെരുമാറുമ്പോൾ നമുക്കത് കിട്ടും. തീർച്ചയായിട്ടും ശരിക്കും ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ട് അവര് ഇങ്ങനെയാണല്ലോ നമ്മളോട് പറയണേ, അവർക്കൊരു മാറ്റം ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ വിചാരിക്കും, വേണ്ട, ഇനിയും വീണ്ടും അവരെ അങ്ങോട്ടേക്ക് വീണ്ടും നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മളെന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്താൽ വീണ്ടും കിട്ടും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ മാമിന്റെ ടോക്കും കൂടി ആയപ്പോഴും അത് കൂടുതലായിട്ട് ദൃഢപ്പെട്ടു മനസ്സില്. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം. ഹാപ്പി മോർണിംഗ് മാം. എൻ്റെ പേര് ബിജു എന്നാണ്. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ രസകരമായിട്ട് മാം പറഞ്ഞു തന്നു. അതില് നമ്മള് മാം പറഞ്ഞതില് ഈ അപ്രീഷിയേറ്റ് ചെയ്യും ആ മൈൻഡൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഈ നമ്മള് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാം സമയക്കുറവുകൊണ്ട് തന്നെ
താങ്ക് യു പറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നേച്ചർ. എല്ലാത്തിനോടും നമ്മൾ നന്ദി പറയുന്നു. അപ്പൊ നമ്മളിലേക്ക് സമൃദ്ധി വരാനുള്ള ഒരു നല്ല വഴിയായിട്ടാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് എന്തായാലും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു നമ്മുടെ എല്ലാവരും ഒരു വൈബ് സെയിം ആണല്ലോ. എന്തായാലും അതിമനോഹരമായ സെഷൻ ആയിരുന്നു. നന്നായിട്ട് മാം പ്രസന്റ് ചെയ്തു. ഓരോന്നും പതിയെ പതിയെ കേട്ടിരിക്കാൻ വളരെ 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 രസകരമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നു പോയത്. എന്തായാലും താങ്ക് യു സോ മച്ച്. സൂപ്പർ എഫർട്ട്. ഓക്കെ, താങ്ക് യു സാർ. ഫാസിമ അല്ലേ? അതെ അതെ. ഞാനും ഫുൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ രസമായിട്ട് കേട്ടിരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ബിജു സാറ് പറഞ്ഞ പോലെ നമ്മള് ഇവിടെയൊക്കെയുള്ള ഈ കൂട്ടായ്മയിലുള്ള, എനിക്ക് തോന്നുന്നു ഈ നേരത്തൊക്കെ എണീറ്റിരിക്കുന്നവരൊക്കെ ഏകദേശം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഒക്കെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും തോന്നുന്നത്. മറ്റുള്ളവരിലേക്കും കൂടി ഒന്നായി വരുന്നത് ഞാനിപ്പോ ഇതിങ്ങനെ കേൾക്കുമ്പോഴും ഓർത്തു, നമ്മൾ അങ്ങനെയൊക്കെ ആയാലും നമ്മളോട് ഇങ്ങോട്ടും അതേ രീതിയിലാവണമെങ്കിൽ കുറേയൊക്കെ ആവും. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവരിലേക്കും എത്തിക്കിട്ടൂല. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടായ്മകളിലൂടെ വന്ന് 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 കുറെ കേട്ടും പറഞ്ഞും അങ്ങനെ ആയി മാറും അല്ലേ? ബാക്കിയുള്ളവരും കൂടെ എല്ലാരും അങ്ങനെയൊക്കെ ആയാലേ നമുക്കും പോസിറ്റീവായി നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് പോസിറ്റീവ് ആവും. ഞാനും ഒക്കെ അതേ രീതിയിലുള്ളവരാണ്. പക്ഷെ നമ്മളിങ്ങനെ കുറെ പേര് നമ്മളോട് അങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ, പേഴ്സണലി അല്ല, പൊതുവെ ചിലരുടെ ഓരോ ക്യാരക്ടറില്ലേ അവരുടെ പെരുമാറ്റം എന്നല്ല, ചിലർക്ക് എല്ലാം നെഗറ്റീവേ ഉള്ളെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് കുറച്ചകന്ന് വല്ലാണ്ട് അടുത്തോട്ട് ചെല്ലാതെ നിൽക്കേണ്ടി വരും ചിലപ്പോൾ. അവരെപ്പോഴും അങ്ങനെ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മാറിപ്പോകാൻ പറ്റുന്നവരല്ലെങ്കിലും നമുക്കും കുറച്ചൊരു സ്ട്രെസ് വരികയും ചെയ്യും അവിടെ അല്ലേ? അങ്ങനെ ഒരു സമയത്തൊക്കെ നമുക്ക് എങ്ങനെ അതൊന്ന് കടക്കാൻ പറ്റും? മാം നന്നായി പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അതിന്റെ ഇടയിൽ എനിക്ക് വന്ന ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു, നമ്മളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു വരുന്നു. നമുക്ക് പേഴ്സണലി എന്നല്ല, പക്ഷെ ഓരോരുത്തരും നമ്മളെ മാനസികമായിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ നമ്മൾ സ്വയം പോസിറ്റീവ് ആവാനേ പറ്റൂ അല്ലേ? മാം ഹേമലത മാം ഒരു സെഷൻ പറയൂ. അപ്പം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ പേര് GNG എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര്. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗുഡ് ന്യൂസ് എന്നാണ് ആ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്. അതില് ആ ഗ്രൂപ്പില് നമ്മൾ ഷെയർ ചെയ്യുന്നത് എല്ലാ ദിവസവും നല്ല എന്തെങ്കിലും ഒരു കാര്യം, നല്ലത് മാത്രമേ പറയാനൊക്കുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് ആരോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ പറയാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും നല്ല ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ അപ്പൊ നമ്മുടെ ഫോക്കസ് എന്തിലേക്ക് മാറും? ആ ഗ്രൂപ്പിൽ പറയണമെങ്കിൽ നല്ലതല്ലേ, അപ്പൊ നമ്മൾ ഫോക്കസ് എന്തിലേക്ക് മാറും? നമ്മൾ ആ കാര്യം മാത്രം നോക്കും, അതേ അവിടെ പറയാനൊക്കുള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗുഡ് ന്യൂസ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്നാണ്. ഗ്ലോബൽ കമ്മ്യൂണിറ്റി എന്ന ഗ്രൂപ്പിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗുഡ് ന്യൂസ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി. അതിലെ ഫുൾ ഡേ അതേപോലെയാണ് ആ ഗ്രൂപ്പില് ഫുൾ ഡേ അങ്ങനെ. അങ്ങനെയല്ല, അത് രാത്രി ഒരു 8:55 ഇന്ത്യൻ ടൈം 8:55 സ്റ്റാർട്ട് ചെയ്ത് 9:30 കഴിയുന്ന ഒരു സെഷനാണ്. അപ്പൊ നമുക്ക് ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ നമ്മളതിൽ ന്യൂസ് ഉണ്ടായിരിക്കണം, ഗുഡ് ന്യൂസ് ഉണ്ടായിരിക്കണം. അവിടെ അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, അവിടെ നിന്ന് പറയണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നല്ലത്. അല്ല, തീർച്ചയായും നമുക്ക് പറയാൻ നല്ല കാര്യങ്ങള് എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. അതെ. ആ രീതിയിലേക്ക് വരുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മെല്ലെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാല് ശരിയാണ്. നമ്മളൊരു കാര്യം നല്ലത് കേട്ട് കഴിഞ്ഞാൽ പറയാറുണ്ടല്ലോ, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കേട്ടാൽ 5 തവണ പറയണം. നെഗറ്റീവായിട്ടുള്ള കാര്യം കേട്ടാൽ നമ്മൾ ഷെയർ ചെയ്യും,
പക്ഷെ അത് ഒരു തവണയാക്കി നിർത്താൻ പറ്റുവാണെങ്കിൽ അതെ അതെ, റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, വീണ്ടും ഒരു വീണ്ടും വീണ്ടും തവണയാക്കി പറയണം. നിർത്താൻ പറ്റുവാണെങ്കിൽ നന്നായി എന്ന് പറയാറുണ്ട്. ശരിക്കും, അതെ അതെ. താങ്ക് യു ബിജു സർ. താങ്ക് യു സോ ഞാൻ മച്ച്. വെറുതെ എന്റെ ഒരു ആശങ്ക പറഞ്ഞതാണ്. നമ്മൾ പോസിറ്റീവ് ആയിരുന്നാൽ പോലും നമുക്ക് എപ്പോഴും ഇടപെടുന്ന ആളുകൾ പലതരം ആവുമ്പോൾ നമ്മളിലേക്ക് അത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമല്ലോ എന്ന്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു മാം പറയുന്നത് കറക്റ്റ് ആണ്. നമ്മള് നെഗറ്റീവ്സ് തരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ അവരായിട്ടുള്ള അതിൽ കമ്മ്യൂണിക്കേറ്റ് നിന്ന് ചെയ്യാണ്ട് അതെ. നമ്മളായിട്ട് നിൽക്കാം. നമ്മളെ ഐഡന്റിറ്റി നമ്മൾ യൂസ് ചെയ്യാം മാക്സിമം. അതെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യും. അതെ, എങ്കിലും നമ്മൾ ചില നേരങ്ങളിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും അങ്ങനെ ഇരുന്നാലും ചിലപ്പോ ഒക്കെ നമുക്കും ഒരു മടുപ്പ് തോന്നുന്ന ചില കാര്യങ്ങൾ വന്നു പോകുമ്പോഴാണ് പ്രയാസം. നമ്മൾ ഓവർകം ചെയ്യും. നമ്മൾ തന്നെ അത് ഈ ബിജു സാർ പറഞ്ഞ ആ ഗ്രൂപ്പിന്റെ കാര്യം ഒന്ന് നോക്കണേ. അല്ല, സാറിനോടാ പറഞ്ഞേ കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. Good morning, happy morning, madam. Good morning. Good morning, happy morning, madam. Hello. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് എന്ന് പറയേണ്ട കുറച്ച് ഇഷ്ടമായി. അപ്പോ ഈ പറഞ്ഞാല് ഈ സ്കൂൾ ടീച്ചേഴ്സിന് എന്താ പറയണ്ടേ, അങ്ങനെ ഒന്ന് പോയി കാണാത്തതിൻ്റെ ഒരു വലിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളൊക്കെ ഒരു പക്വതയായി വന്ന സമയം അതൊക്കെ അവരൊക്കെ നല്ല അഡ്വൈസും നല്ല കാര്യങ്ങളാണെന്ന് തിരിച്ചറിയുന്ന കുറെ ടൈമിൽ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കാരും പറഞ്ഞു തന്നില്ല അങ്ങനെ എന്താ പറയണ്ട, അങ്ങനെയുള്ള ആൾക്കാരെ അന്ന് എന്താ പറയണ്ട പിന്നീട് പോയിട്ട് എങ്ങനെ എന്താ കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുക, നന്ദി പറയുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു കെട്ടിപ്പടുക്കേണ്ടിയിട്ട് ഇപ്പം മാതാപിതാക്കൾ പോലെ അധ്യാപകർ വലിയൊരു എന്താ പറയണ്ട പ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ സമൂഹം, അങ്ങനെ പ്രധാന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അന്നേരം അങ്ങനെ ഒരു പക്വത വന്നിട്ട് അവരെ കാണാൻ പോയ സമയത്തൊക്കെ അത് മിസ്സായിപ്പോയി, അവര് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ട. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ മേഡം ഇത് ഓർത്ത് പറഞ്ഞുതരാണ് ഞാനത് കാര്യമായി ചിന്ത. അപ്പൊ അങ്ങനെ എന്താ കുട്ടികളിലും അങ്ങനെ ഉണ്ടാവണം. അപ്പൊ ആ സമയത്തൊക്കെ ഈ വാർദ്ധക്യമായിട്ടുള്ള സമയത്ത് അങ്ങനെയൊക്കെ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് കുറച്ച് സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറയാ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല ആശ്വാസം ഉണ്ടാകുന്ന ആ സമയത്താണല്ലോ നമുക്ക് കുറെ സ്നേഹവും അല്ലെ അങ്ങനെ കാര്യങ്ങളും സന്തോഷമൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അന്നേരം അവർക്ക് കൂടുതൽ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പം വാർദ്ധക്യത്തിൽ പലതും പല ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം തന്നെ എന്താ പറയണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ അധ്യാപകർന്ന് മാത്രമല്ല നമുക്ക് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരുന്നു. അപ്പം അത് നല്ല സംഭവം ഓൾറെഡി. പിന്നെ ഇതിപ്പോ ഒരു ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ കേട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ അവരെ ഇങ്ങനെ അഡ്വൈസ് ചെയ്തിട്ട് പറയാ, നമ്മളിപ്പോ ഏതെല്ലാവർക്കും സംഭവിക്കുന്നില്ലേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ, അങ്ങനെ അല്ലാതെ എന്താ പറയണ്ട, അവർ പറയുന്നതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്, അവരൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ഊർജ്ജവും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു നല്ലൊരു സംഭവമായിരിക്കും ഓൾറെഡി. അത് നല്ല കറക്റ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, താങ്ക് യു മാഡം, മെനി താങ്ക്സ്. താങ്ക് യു ഫസ്റ്റില മാം. ഇന്നത്തെ പെട്ടെന്ന് സമയത്ത് ക്ലാസ് ഏറ്റെടുത്തതിനും അതുപോലെ തന്നെ ക്ലാസ് വളരെ മനോഹരമായി എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? ഓക്കെ. അതുപോലെ ഒരു മിനിറ്റ്, അവരെ GNG സാറിന്റെ ബിജു സാർ, അതെന്താ പേര്, അവർക്ക് വെൽക്കം. അപ്പൊ കുറെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. എന്തെങ്കിലും വാട്സപ്പിലായിട്ട് എന്തെങ്കിലും അയക്കാൻ കാര്യം പറ്റുമോ? ഞാൻ ഡീറ്റെയിൽസ് പറയാൻ സാർ, ഞാൻ അയക്കാം, പറഞ്ഞുതരാം. ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താ പറയണ്ട, നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ അങ്ങനെ വേറൊരു ഗ്രൂപ്പിന്റെ കാര്യം ഷെയർ ചെയ്യാതിരിക്കായിരിക്കും. എന്തോ സജന മാം പറഞ്ഞോട്ടെ കേട്ടോ.
ആ ഗ്രൂപ്പില് ഓക്കെ ആ, ഓക്കെ ആ, ഷെയർ ചെയ്തോളൂ സാർ. കുഴപ്പമില്ല അല്ലേ? പേഴ്സണലായിട്ട് ഷെയർ ചെയ്തോളൂ ഗ്രൂപ്പില്. അതെ, ഞാനതാ പറഞ്ഞു വന്നത്. പേഴ്സണലി ചെയ്യാം. ഈ ഒരു ആ, ഗ്രൂപ്പിൽ വേറൊരു ഗ്രൂപ്പിനെ പറ്റി ഇടാതിരിക്കുക നല്ലത്. അതെ അതെ. ഓക്കെ മാം. അല്ല കോഴ്സ് പോലെ അങ്ങനെ അല്ലാത്ത കാര്യമാണെങ്കിൽ എന്താ പറയണ്ടേ, അത് പ്രശ്നങ്ങൾ ചിലപ്പോൾ വരും, കോമ്പറ്റീഷൻ പോലെയുള്ള കാര്യങ്ങൾ. ഇതിപ്പം പബ്ലിക് സർവീസ് പോലെയുള്ള കാര്യങ്ങളല്ലേ? ഒരു ഇല്ല വാട്സപ്പ് സാർ. ഗ്രൂപ്പ് എന്നേ ഉള്ളന്നേ. ആ അങ്ങനെ അത് ഫ്രീ സർവീസ് ഉള്ള പോസിറ്റിവിറ്റി സംഭവല്ലേ? മാത്രമുള്ള പോസിറ്റിവിറ്റി അങ്ങനെയാണ്. മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ അപ്പൊ അങ്ങനെ കോഴ്സും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ വിംബിൾ ടീമിന് തന്നെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഡിസ്കസ് ചെയ്യുമ്പോൾ, ഡെവലപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ അറിവുകളും കൂടുതൽ എന്താ പറയുക കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സൈന മേഡം മാനേജ്മെന്റ് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. വേറെ മുന്നേ ഒരു കോഴ്സിന്റെ ഒരു ടീമിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അഡ്വർടൈസ്മെന്റ്. അതെങ്ങനെയാണ് ആലോചിച്ചിട്ട് കണക്ഷൻസിലുള്ളതാണോ എന്നോ അറിയില്ല. ഗവൺമെന്റ് റിക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചിലപ്പോൾ കോമ്പറ്റീഷൻ പോലെ ആവും. അപ്പൊ ആൾക്കാർക്ക് ഗവൺമെന്റ് റിക്കഗ്നൈസ് ചെയ്തെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരും. മേഡം പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഒരു ഗ്രൂപ്പിലുള്ള. അപ്പോൾ ആലോചിച്ചിട്ട് ചെയ്യും. ഓക്കെ സാർ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മാം? ഫസി മാം, താങ്ക് യു ഓക്കെ സോ സജന മാം, മച്ച്. താങ്ക് യു.